ഡോക്ടർ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഡോക്ടർ ആനന്ദ്. ആനന്ദ് നാരായണ സാറിന്റെ അസിസ്റ്റന്റാ. നാളെയല്ലേ സോദി എന്ന പേഷ്യന്റ് സർജറി? അതെ ഡോക്ടർ. സർജറിക്ക് മുമ്പ് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് സമ്മറിയും മെഡിസിനും വിശദമായി ചെക്ക് ചെയ്യാൻ അയച്ചതാ. അദ്ദേഹം നാളെ എയർലി ഫ്ലൈറ്റിന് പുറപ്പെടും. എന്റെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും വരണോ വേണ്ടോന്ന് അദ്ദേഹം തീരുമാനിക്കുന്നത്. ഇതിലേതാ പേഷ്യന്റ്? ഇതാണ് സോദി. കേസ് ഫയൽ കൊണ്ടുവരൂ. പിന്നെ സ്കാൻ റിപ്പോർട്ടും വേണം. ശരി ഡോക്ടർ. ചേച്ചി കൊല്ലാൻ വന്നതാണല്ലേടാ. കൊല്ലം നിന്നെ ഞാൻ. സാറേ വേഗം ഓടി വാ. അമ്മോ അനങ്ങി പോരുത്. അമ്മോ കൊന്നുകളയുന്നുണ്ട്. എന്നെ വാടാ. അമ്മ വേണ്ട. സോദി അയാൾ എന്തെങ്കിലും ചെയ്തോ? ചേച്ചി ചേച്ചി കണ്ണു തുറക്ക ചേച്ചി. ചേച്ചി ചേച്ചിയുടെ അമ്മുവാ. ചേച്ചി പേഷ്യന്റിന് എന്തെങ്കിലും പറ്റിയോ? ഇല്ല, അയാളെ രക്ഷപ്പെട്ടു. സോദിയെ കൊല്ലാൻ വന്നത് അയാള്. ചേച്ചി ഒന്ന് നോക്ക്, അമ്മ വിളിക്കുന്നത്. കണ്ണു തുറക്ക ചേച്ചി. ഞാൻ സംശയം കൊണ്ട് ഡോക്ടറെ വിളിച്ചത്. ആ സമയം അയാള് കത്തി കൊണ്ട് സോദി കൊല്ലാൻ നോക്കി. അമ്മു ട്രിപ്പ് സ്റ്റാൻഡ് കൊണ്ട് അയാളെ തലക്കടിച്ചു. സോദി അയാൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അമ്മുവിന് എന്തെങ്കിലും പറ്റിയോ? ഞാൻ എന്റെ ചേച്ചിയുടെ അടുത്തൊന്ന് ഇരുന്നോട്ടെ ഡോക്ടറെ. ഞാൻ അടുത്തുണ്ടെങ്കിൽ ചേച്ചി കണ്ണു തുറക്കും. അമ്മു ബെഡിൽ കിടന്നോളൂ. ഞാൻ പോവില്ല, ഞാൻ പോവില്ല, പോവില്ല. എന്റെ ചേച്ചിയെ കൊല്ലം വന്നപ്പോ നിങ്ങളൊക്കെ എവിടെ പോയി? എനിക്ക് ആരെയും വിശ്വാസമില്ല. എന്ത് ചെയ്യും ഡോക്ടർ? സിസ്റ്റർ വന്നേ. ചേച്ചി അമ്മ അവിടെ ഇരിക്കട്ടെ. അവരുടെ ആരോഗ്യനില ശ്രദ്ധിക്കണം. ICUയിൽ ഒരു കില്ലർ കയറിയ വിവരം പുറത്തു പോകാൻ പാടില്ല. അത് ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ ഗുരുതരമായി ബാധിക്കും. നമ്മളെല്ലാം മാനേജ്മെന്റിനോട് സമാധാനം പറയേണ്ടി വരും. ഞാൻ രാംമോഹൻ സാറിനെ വിവരം അറിയിക്കാം. എന്താ വേണ്ടതെന്ന് അദ്ദേഹം വന്ന് തീരുമാനിക്കട്ടെ. അതുവരെ അമ്മ അവിടെ ഇരിക്കട്ടെ. ഈ വിവരം പുറത്തു പോകാനും പാടില്ല. ശരി ഡോക്ടർ. ചേച്ചി ചേച്ചി കണ്ണു തുറക്ക ചേച്ചി. അമ്മയല്ലേ വിളിക്കുന്നത്. എല്ലാം ദക്ഷ അറിഞ്ഞു കഴിഞ്ഞു. ചെന്ന് തല വെച്ച് കൊടുക്കാൻ പാടില്ലായിരുന്നു. മാഡം, രണ്ടാമത്തെ ശ്രമവും ഫലം കണ്ടില്ല അല്ലേ ലൂക്ക? ഇവിടെയും ആ സെർവന്റ് പെണ്ണ് കയറി വരുന്നുണ്ട് മാഡം. സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ അവളെ ICUയിൽ എത്തിച്ചത്. അമ്മു, അതാണ് അവളുടെ പേര്. അതെ. ലൂക്കയ്ക്ക് ഈ രാത്രി എന്തെങ്കിലും ചെയ്യാനാവോ? ഇനി ഒന്നും സാധ്യതയില്ല മാഡം. മുഴുവൻ സെക്യൂരിറ്റികളെയും വിന്യസിച്ചു കഴിഞ്ഞു. മർഡർ അറ്റംപ്റ്റ് ഹോസ്പിറ്റൽ പുറത്ത് വിട്ടിട്ടില്ല. എന്താണ് അവർ നീക്കമെന്നറിയില്ല. ICUവും പരിസരവും നിരീക്ഷണത്തിലാണ്. മാഡം, ആ പെണ്ണ് നേരം വെളുപ്പിക്കത്തില്ല. എനിക്കത് നല്ല ഉറപ്പുണ്ട്. ഓക്കെ, ലൂക്ക ഇനി ഒന്നിനും ശ്രമിക്കണ്ട. ഇപ്പൊ തന്നെ കാര്യങ്ങൾ കൈവിട്ടുപോയി. ഇനി അഥവാ അവൾ രക്ഷപ്പെട്ടാലും കുറെ കാലം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുമല്ലോ. അതുവരെ കാത്തിരിക്കാം.
തൽക്കാലം പിൻവലിയുന്നതാ ബുദ്ധി. അതായിരിക്കും നല്ലത്. ഞാനും CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ലൂക്ക അവിടെ നിന്ന് പൊയ്ക്കോളൂ. നാളെ ഇനിയുള്ള പദ്ധതികൾ നമുക്ക് ചർച്ച ചെയ്യണം. നാളെ കാണാം. ശരി മാഡം. ഓ, സമാധാനമായി. പടമുഖത്ത് തോറ്റു നിൽക്കുന്ന പോരാളിയെ ദക്ഷയ്ക്ക് വേണ്ട. ആ പെണ്ണ് ഇന്ന് രാത്രി മരിച്ചാൽ നാളെ നീ ഉണ്ടാവും. അല്ലേൽ നീ ഉണ്ടാവില്ല ലൂക്ക. ദക്ഷ പഠിച്ചതും പഠിപ്പിക്കുന്നതും ഒരു പാഠമേ ഉള്ളൂ, ദക്ഷയുടെ പാഠം. മൈ ഗോഡ്, എന്താ ഡോക്ടർ? നോക്കൂ മുകേഷ്, ആ കുട്ടിയെ പിടിക്ക്, വേഗം ചെല്ല്. സിസ്റ്റർ, അമ്മുവിനെ ബെഡിൽ കിടത്തു. ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യൂ. അതിങ്ങെടുക്ക. നാളെ സർജറി ഫിക്സ് ചെയ്തോളൂ. യെസ് സർ. അത്ഭുതം തന്നെ. അമ്മ വിളിച്ച ചേച്ചി കണ്ണു തുറക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെയൊന്നും കരുതിയില്ല. ഈ കുട്ടി ബഹളം വയ്ക്കുമെന്ന് കരുതിയ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞത്. സ്വാതിയുടെ അനിയത്തി എന്നല്ലേ പറഞ്ഞത്? അതെ. കുട്ടിയുടെ ആരോഗ്യനിലയിൽ ശ്രദ്ധ വേണം. ഓക്കെ. ബോഡി വളരെ വീക്കാ. അമ്മു കണ്ണു തുറക്കുന്നതുവരെ മുകേഷോട് ഉണ്ടാവണം. ശരി ഡോക്ടർ. ഞാൻ ഇപ്പൊ തന്നെ ഡോക്ടർ അനന്തനാരായണനുമായി സംസാരിക്കാം. സ്വാതിയുടെ ഇനിയുള്ള ട്രീറ്റ്മെന്റ് ഡോക്ടർ അനന്തനാരായണന്റെ നിയന്ത്രണത്തിൽ മതി. സിസ്റ്റർ, അമ്മുവിന്റെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തോളൂ. ശരി ഡോക്ടർ. മുത്തശ്ശനെയും മുത്തശ്ശിയെയും വീട്ടിലേക്ക് അയക്കാൻ ഞാൻ സഞ്ജുനോട് പറഞ്ഞതാ. അവൻ കേൾക്കണ്ടേ? അവൻ പറഞ്ഞാലൊന്നും അവര് പോവില്ല മനു. അവനല്ലാതെ ആർക്കും ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ പിടിച്ചിരിക്കാനാവില്ല. രണ്ടുപേര് ICUയിൽ. ഇപ്പോഴിതാ മുത്തശ്ശനും പ്രശ്നത്തിലായി ഓടിക്കൊണ്ടിരിക്കുക അവൻ. എന്താടാ? ഷിവറേയും കുറഞ്ഞിട്ടുണ്ട്. ഇനി നേരെ ആയിക്കോളും. അവരോടൊക്കെ റൂമിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട്. സഞ്ജു, രാജു. ഡോക്ടർ, ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പ്രതീക്ഷയ്ക്കുള്ള വകയായി. സ്വാതി റെസ്പോണ്ട് ചെയ്തു തുടങ്ങി. ഒരു മിറാക്കിൾ സംഭവിച്ചു എന്ന് പറഞ്ഞുകൂടാ. സ്വാതിക്ക് ഈ മാറ്റം വരാൻ കാരണം അവളുടെ അനിയത്തിയുടെ സാമീപ്യമാ. ചേച്ചിക്ക് അടുത്തിരുന്ന് ജീവൻ പകർന്നു കൊടുക്കുകയായിരുന്നു അവൾ ചെയ്തത്. ഇങ്ങനൊരു കൂടപ്പിറപ്പിനെ കിട്ടിയത് സ്വാതിയുടെ ഭാഗ്യമാണെന്ന് വേണം പറയാൻ. മെഡിക്കൽ സയൻസിന് കഴിയാത്തത് പലതും സ്നേഹബന്ധങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയും എന്നതിന് ഉദാഹരണമാണിത്. താങ്ക് യു ഡോക്ടർ. നന്ദി പറയേണ്ടത് ആ കുട്ടിയോടാണ്, അമ്മുവിനോട്. സർജറിക്ക് ഇനിയൊരു തടസ്സം വരില്ലല്ലോ? നെവർ. ഞാൻ ഡോക്ടർ അനന്തനാരായണനുമായി ഇപ്പൊ തന്നെ സംസാരിക്കുന്നുണ്ട്. നാളെ നിശ്ചയിച്ച സമയത്ത് സർജറി നടക്കും.
സഞ്ജു സമാധാനമായിട്ടിരിക്കെ. ഞാനൊന്ന് കയറി കണ്ടോട്ടെ ഡോക്ടർ? ആയിക്കോട്ടെ, ഒരു ഇഞ്ചക്ഷൻ കൂടി കൊടുക്കാനുണ്ട്. സമാധാനമായില്ലടാ. പോയി നിന്റെ പെണ്ണിനെ കാണ്. എടാ, നിന്നെ വിട്ട് അവൾക്ക് പോവാൻ വേറെ ഏത് ലോകമാടാ ഉള്ളത്? ചെല്ലടാ. അമ്മ ചേച്ചിയെ മരിക്കാൻ വിടില്ല. അവൾ വെറു ലക്ഷ്മിയല്ല, മഹാലക്ഷ്മിയാണ്. ഹോളിൽ നിന്ന് എനിക്കൊരു മോതിരം കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷേ അത് അവൻ്റേതാവാം. എവിടെ? അറിയാതെ ഞാനത് വിരലിലിട്ടു. ഇത് അയാളുടേതല്ല, അമ്മു എനിക്ക് തന്നതാ. ഇത് മോതിരമല്ലേ? നല്ല പഴക്കമുണ്ടല്ലോ. ഇത് വെറും മോതിരമായിട്ട് കാണരുത്. എന്റെ മുത്തശ്ശി എനിക്കത് തന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളിത് ധരിച്ച ദീർഘായുസുണ്ടാവും. അമ്മോ, സ്വാതിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത്. കുട്ടി ടെൻഷൻ ആവാൻ ഒന്നുമില്ല. ഡൽഹിയിൽ നിന്ന് വന്ന ഒരു ഡോക്ടറാണ് സർജറി ചെയ്യുന്നത്. സർജറി കഴിഞ്ഞാൽ ബോധം തിരിച്ചു കിട്ടും. ഡോക്ടറെ, ചേച്ചി ഞാനൊന്ന് കണ്ടോട്ടെ ഡോക്ടറെ. പേഷ്യന്റിന്റെ ദേഹത്ത് സ്പർശിക്കരുത്. ഇൻഫെക്ഷൻ വരാതെ നോക്കണം. ചേച്ചി ചേച്ചി അമ്മ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കും. കരഞ്ഞ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ പ്രയോജനപ്പെടും. എന്നാ നിങ്ങൾ തിയേറ്ററിലേക്ക് കൊണ്ടുപോക്കോളൂ.
അമ്മ പ്രാർത്ഥിക്ക്. അമ്മുന്റെ ചേച്ചി ഉറപ്പായിട്ട് തിരിച്ചു വരും. എടാ, കാഞ്ചന, ഒക്കെ ശരിയാവും. ലവ് യു അച്ഛാ. അച്ഛാ, അച്ഛനെയും കൂടെ സങ്കടപ്പെടുത്താതെ. അച്ഛനിപ്പോ പോകുന്നത് മുംബൈയിലേക്കല്ലേ? എത്രയോ തവണ മുംബൈക്ക് പോയിരിക്കുന്നു. പക്ഷെ അച്ഛൻ ആ വഴി US പോവല്ലേ? 3 മാസം കഴിയുമ്പോ അച്ഛനിങ്ങ് വരില്ലേ മോളെ? പ്രസാദ്, കൂൾ ഡൗൺ. സജ, എന്റെ മോള്. മകൾക്കൊന്നും സംഭവിക്കില്ല. സഞ്ജു, സർജറി കഴിഞ്ഞോ? ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. പ്രതീക്ഷയില്ലാത്ത ഒരു കേസും ഡോക്ടർ അനന്തനാരായണൻ അറ്റൻഡ് ചെയ്യാറില്ലെന്ന് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം ഏറ്റ പേഷ്യന്റ് രക്ഷപ്പെട്ടിരിക്കും. ഡോക്ടർ അനന്തനാരായണനോട് നീ സംസാരിച്ചോ? ഞാനൊരു ശ്രമം നടത്തി. പക്ഷെ അദ്ദേഹത്തെ കാണാൻ അനുവാദമില്ലെന്ന് റാംമോഹൻ സാർ പറഞ്ഞത്. പേഷ്യന്റിന്റെ ആൾക്കാരുമായി അദ്ദേഹത്തിന് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഹോസ്പിറ്റലിന്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം വന്നിരിക്കുന്നത്. പിന്നെ മീറ്റിംഗിന് ഒരു പോസിബിലിറ്റി ഇല്ല. സഞ്ജു, സഞ്ജു, ഡോക്ടർ. ഡോക്ടർ എന്തായി ഡോക്ടർ? ഡോക്ടർ, സർജറി കഴിഞ്ഞു. പ്രതീക്ഷിച്ചതുപോലെ സക്സസ് ആണ്. ഈശ്വര, താങ്ക് യു ഡോക്ടർ. ഈ കേസിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഡോക്ടർ. എന്റെ മോളെ എനിക്ക് തിരിച്ചു തന്നു. ഈ ജീവിതകാലം മുഴുവനും ഞാൻ കടപ്പെട്ടിരിക്കും. എനിക്ക് ഡോക്ടർ അനന്തനാരായണൻ സാറിനെ ഒന്ന് കാണാൻ കഴിയൂ? അദ്ദേഹം ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞു. ഈവനിംഗ് ഫ്ലൈറ്റിലേ പോകൂ. എങ്കിലും വിസിറ്റേഴ്സ് അലൗഡ് അല്ല. അദ്ദേഹത്തിന് 100 കോടി പുണ്യം കിട്ടട്ടെ. ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ? ഒരാൾക്ക് കയറി കാണാം. സിസ്റ്റർ, ഒരാളെ അകത്തേക്ക് കൊണ്ടുപോയിക്കോളൂ. വല്യപ്പച്ചി കയറി സ്വാതി കണ്ടിട്ട് വരും. ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. വേണ്ട.